BJP-യുമായിട്ട് ഒരു അവിടെ എന്തോ സംഭവിച്ചു. അവിടെ ഒന്നും സംഭവിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു പഞ്ചായത്ത് കൂടുതൽ അവർക്ക് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അവർക്ക് വോട്ടിനും സീറ്റിലും കുറവാണ് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് 4 ഡിവിഷൻ ഞങ്ങൾ ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് 2 ബ്ലോക്ക് പഞ്ചായത്തും മാവേലിക്കലും ചെങ്ങന്നൂരും ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷം ജയിച്ചു. BJP കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ആ വസ്തുത പരിശോധിക്കുക. അത് പരിശോധിക്കാൻ തയ്യാറാകാതെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ പറഞ്ഞ കാര്യത്തിലൊന്നും വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളൊന്നും മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നേയില്ല. ഞാൻ പക്ഷേ നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞു. ഒരു രാഷ്ട്രീയമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ആ രാഷ്ട്രീയ നിലപാട് ജനങ്ങളോട് ഞങ്ങൾ വിശദീകരിക്കും. കാരണം ഈ പറഞ്ഞ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയി സ്വതന്ത്രനായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആ രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും പറയും. അതാണ് ഞാൻ അന്നും പറഞ്ഞത്, ഇപ്പോഴും പറഞ്ഞത്. ഓരോ ഘട്ടത്തിൽ വ്യക്തിപരമായി ഓരോ കാര്യങ്ങൾ എടുത്ത് ആരെയും മോശപ്പെടുത്തുന്ന സമീപനത്തിൽ അതിനൊന്നും മറുപടി പറയാനേ അറിയുന്നില്ല. അത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ അത് അവഗണിച്ച് കളയാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഞങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യമാണ് അദ്ദേഹം. ഞങ്ങൾ എന്ത് അദ്ദേഹത്തെ ദ്രോഹിക്കുന്നു? ഞാൻ ഇനി അത് ഒത്തിരി വിശദീകരിക്കുന്നില്ല. കാരണം വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് പറയണ്ടേ, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ പാർട്ടിയുടെ നിലപാട് പറയണ്ടേ, സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ ഇപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടാണല്ലോ അഭിപ്രായം പറയുന്നത്. അമ്പലപ്പുഴയിലെ പാർട്ടിയുടെ ചാർജുകാരൻ അല്ലെങ്കിൽ MLA എന്നതിൽ അയാൾ അഭിപ്രായം പറഞ്ഞു, സലാം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരെ ഇപ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞു. ഇനിയും തുടർന്ന് ഞങ്ങളുടെ ക്യാമ്പയിനുകൾ, രാഷ്ട്രീയ ക്യാമ്പയിൻ വരുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ വരുമ്പോൾ ഞങ്ങളുടെ ആളുകളെല്ലാം പറയും, പാർട്ടി ആകെ പറഞ്ഞല്ലേ പറ്റൂ. കാരണം ഇതിൻ്റെ ഫാക്ട്സ് ജനങ്ങളെ ബോധ്യപ്പെടുന്നത്. തെറ്റിദ്ധാരണാജനകമായി ആരെങ്കിലും നിൽപ്പുണ്ടോ? അങ്ങനെ ആരും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവർക്കൊക്കെ ബോധ്യപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഒരു സീറ്റാണ് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ജീവിതത്തിൽ ലഭ്യമാകാതെ പോയ ഒരു സീറ്റാണ്. ആ ഒരു സീറ്റുണ്ടായിരുന്ന ഈ പ്രശ്നമൊന്നുമില്ല എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ധ്വനി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഫാക്ട്സ് ജനങ്ങളോട് പാർട്ടി പറയുമ്പോൾ മറ്റുള്ള ആളുകളും പറയും. ഞങ്ങൾ വ്യക്തിപരമായ ഒരു അധിക്ഷേപവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറയത്തുമില്ല, പറയേണ്ട കാര്യമില്ല. പൊളിറ്റിക്കലായി അദ്ദേഹം എടുത്ത സമീപനത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കും. ഒന്ന്, കോൺഗ്രസ് ഈ കാര്യത്തിൽ കളിക്കുന്ന കള്ളക്കളി, അതാണ് കള്ളക്കളി എന്ന് പറയുന്നത്. ആ കള്ളക്കളി നേരത്തെ ഉണ്ടാക്കിയ ഒരു അജണ്ടയാണ്. ആ അജണ്ട കള്ളക്കളി കോൺഗ്രസ് തകരത്തേ ഉള്ളൂ. ആ കോൺഗ്രസിനകത്ത് ഈ നിലപാട്, കോൺഗ്രസിനകത്തുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നവും രാഷ്ട്രീയ പ്രശ്നങ്ങളും നന്നായി ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്ത് ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കും. അത് വ്യക്തിപരമല്ലല്ലോ. ചതിച്ചെന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ചതിച്ചെന്ന് പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഇപ്പം ഞാൻ നാളെ പാർട്ടി വിട്ട് ഒരു നിലപാട് സ്വീകരിച്ചാൽ ഞാൻ ചതിച്ചെന്നല്ല പറയാൻ പറ്റും. ഞാൻ പാർട്ടിയെ ചതിച്ചു, എന്നെന്താ? അത് ചതിയനെന്ന് പറയുന്നതും ചതിച്ചെന്നും രണ്ടാ. ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരു പാർട്ടി നിൽക്കുന്നു, പാർട്ടിയുടെ ഗുണനന്മകളെല്ലാം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നേടുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ മന്ത്രിയായി, MLA ആയി, ഒരു ഘട്ടം കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രസ്ഥാനത്ത് ഞാൻ ഒറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചതിച്ചു എന്നതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. അങ്ങനെ അദ്ദേഹത്തിന് തോന്നുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു അധപ്പതനം അവിടെ വരെ എത്തിയെന്നതിൻ്റെ അർത്ഥം. നിരന്തരം ഒരു പാർട്ടി പരിപാടികളിൽ പോലും വിളിക്കാതെ മാറ്റി നിർത്തുമ്പോൾ പാർട്ടി വിട്ടുപോകുന്നത് ഒരു കുറ്റമാണോ? സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് G. സുധാകരനെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയുടെ ഒരു നേതാവും വിളിക്കണ്ട. ഞങ്ങളുടെ ഈ മിനിഞ്ഞാന്ന് വരെ ഞങ്ങളുടെ എല്ലാം നേതാവായിരുന്നത്. മിനിഞ്ഞാന്ന് വരെ ഞങ്ങളെ എല്ലാം നയിച്ച നേതാവാണ്. ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലോ ഏരിയ കമ്മിറ്റി ഓഫീസിലോ പാർട്ടി കമ്മിറ്റിയിലോ അല്ല പാർട്ടിയുടെ സംഘടനാപരമായ ദൗത്യങ്ങളോ ഏറ്റെടുക്കാൻ ഒരാടെയും പെർമിഷൻ G. സുധാകരന് വേണ്ട. അതിനുള്ള അധികാരവും അതിനുള്ള ആർജവും അതിനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന് വരെ. പറയട്ടെ, മിനിഞ്ഞാന്ന് വരെ പാർട്ടിയിൽ നിന്ന് അതെല്ലാം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന കൂടി അത് അവസാനിച്ചു. അല്ലാതെ അദ്ദേഹത്തെ ആരും വിളിക്കാൻ കല്യാണാലോചനയൊന്നുമില്ല. പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്, സ്ഥാനമുണ്ട്. അദ്ദേഹം ഇടപെടുമ്പോൾ ആ പ്രശ്നം തീരുമായിരുന്നു. അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയില്ലെന്നുള്ളതാണ് ഖേദകരമായ കാര്യം. മറ്റെല്ലാവരും വിളിക്കുമ്പോൾ ഇദ്ദേഹത്തെ മാത്രം വിളിക്കാതെ നിങ്ങളോട് ആരും പറഞ്ഞു വിളിച്ചില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ കേൾക്കേണ്ട കാര്യം. ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കും. ഞങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ വിശ്വസിക്കുക. അദ്ദേഹം പറഞ്ഞല്ലോ ഇപ്പോൾ വിശ്വസിക്കേണ്ട. പാർട്ടി ഔദ്യോഗികമായിട്ട് പറഞ്ഞല്ലോ, പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ. ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെ ക്ഷണിക്കപ്പെടാതെ അവഗണിച്ചെന്ന് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞ് ഒരു കത്ത് അദ്ദേഹം പാർട്ടിക്ക് തന്ന് കാണിക്കട്ടെ. ഏതെങ്കിലും സന്ദർഭത്തിൽ ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എന്നെ അവഗണിച്ചു? ഞങ്ങളെല്ലാം ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുകയല്ലേ.
അദ്ദേഹത്തെ ഞാനിപ്പോൾ അതേ ഹോസ്പിറ്റലിൽ ഞാൻ പോയി കണ്ടല്ലോ, എന്ത് സ്നേഹത്തോടെ അത് ഇടപെട്ടത്. ഒരു തർക്കമില്ല, ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. വ്യക്തിപരമായ സ്നേഹത്തിനൊന്നും ഒരു കുറവില്ല. ഈ സുധാകരനോടുള്ള വ്യക്തിപരമായ സ്നേഹം എന്നും നിൽക്കും, അത് മരിക്കുന്നവരാണ്. പക്ഷേ രാഷ്ട്രീയമായ നിലപാട്, വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചാൽ ആ രാഷ്ട്രീയമായ വഞ്ചനാപരമായ നിലപാടിനെതിരെ പാർട്ടി ഒന്നാകെ, ആലപ്പുഴ ജില്ല പാർട്ടിയുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ജില്ലയിലെ പാർട്ടി ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട പാർട്ടിയാണ്. ആ പ്രയാസങ്ങളൊക്കെ പാർട്ടി ഒന്നിച്ചാണ് നേരിട്ടത്. ഞങ്ങൾ ഒന്നിച്ചാ കാര്യത്തെ നേരിടും. അത് അദ്ദേഹത്തുള്ള വ്യക്തിപരമായ പ്രശ്നമല്ല, അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാടിനെ ഞങ്ങൾ ചോദ്യം ചെയ്ത് ആ രാഷ്ട്രീയ നിലപാടിനെതിരെ ഞങ്ങൾ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ പ്രശ്നത്തിൻ്റെ പാർട്ടിയുടെ രീതിയിൽ അത് കൈകാര്യം ചെയ്യും. അതൊക്കെ കാലവും ചരിത്രവും എങ്ങനെ തീരുമാനിക്കുമെന്ന് വരട്ടെന്ന്. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഞാനൊരു അസസ്മെന്റ് നടത്തുന്നില്ല. സംസ്ഥാന നേതൃത്വം ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന നേതൃത്വം ഈ ജില്ലയുടെ മേളിലല്ലേ. ഞങ്ങളുടെ പാർട്ടി അഖിലേന്ത്യാ കമ്മിറ്റി മുതൽ താഴെയുള്ള ഘടകങ്ങളെല്ലാം ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമല്ലോ, സ്വാഭാവികമല്ലേ. അവരിവിടെ വരിക എന്ന് പറഞ്ഞാൽ അവർ വരേണ്ട, ഞങ്ങൾ ക്ഷണിക്കേണ്ടതല്ലേ, വരും, എല്ലാവരും വരും. ഇലക്ഷൻ ക്യാമ്പയിനല്ലേ, അത് ഇദ്ദേഹത്തെ നേരിടാനൊന്നുമല്ല വരുന്നത്. ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വരും. അന്നേരം ഈ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലും പറയുന്നവർ പറയും. അത്രയുണ്ട് പ്രശ്നം. എന്തോ അല്ലല്ല LDF വേഴ്സസ് UDF അല്ല, LDF വേഴ്സസ് സുധാകരനല്ല. ഐക്യ ജനാധിപത്യ മുന്നണി നയിക്കുന്ന കോൺഗ്രസിനെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യശക്തമായ രാഷ്ട്രീയ മത്സരം അമ്പലപ്പുഴ നടത്തി വിജയിക്കും. അല്ല, അതൊക്കെ ആർക്ക് വേണ്ടി മത്സരിക്കരുത്, അതൊക്കെ മത്സരിക്കുക, ജനങ്ങൾ നിശ്ചയിക്കണം, അതൊന്നും ഒരു വിഷയം. അദ്ദേഹം ആത്മഹത്യാപരമായ തീരുമാനം എടുത്തിരിക്കുന്നു. ഒരിക്കലും അതും ചെയ്യാൻ പാടില്ല. ആ എല്ലാ ബഹുമാനവും സ്നേഹവും വെച്ച് ഞാൻ പറയുകയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് അദ്ദേഹം ചെയ്തതിനോട് ഞങ്ങൾക്കെല്ലാം പ്രയാസമുള്ളത്. ആ ഒരു പ്രയാസമാണ് ഞങ്ങളുടെ പല നേതാക്കന്മാരും പ്രകടിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സെന്റൻസ് പ്രയോഗിക്കാൻ കഴിയാത്തതും ആ സ്നേഹം നിലനിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.